So welcome back. So we will discuss the testis in the structure. We will discuss the testis in the structure. Okay. Now testis in the structure ductive male reproductive system consists of a pair of testes, accessory ducts, genital glands, and external genitalia. Now this is the topic we discuss. Testis ഒക്കെ ആദ്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ, ഇന്റേണൽ സ്ട്രക്ചർ, പിന്നെ ആക്സസറി ഡക്ട് സിസ്റ്റം. നോക്കാം, ഇതാണ് ടെസ്റ്റിസ് സ്ട്രക്ചർ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ടെസ്റ്റിസിന്റെ ഏകദേശം ആക്ച്വലി എനിക്ക് പടത്തിൽ ഇങ്ങനെ വായിക്കാപ്പോൾ ഇപ്പോൾ ടെസ്റ്റിസ് ആണെങ്കിൽ ഇത് ടെസ്റ്റിസിന്റെ ആന്റീരിയർ പാർട്ട്, ബാക്കിലോട്ട് വരുമ്പോൾ പോസ്റ്റീരിയർ പാർട്ട് എന്ന് പറയും. അപ്പൊ ഇത്രയും എന്താണ് ആന്റീരിയർ പാർട്ടാണ്, ഇത്രയും ആന്റീരിയർ പാർട്ടാണ്. ഇത് ഇങ്ങോട്ട് ബാക്കിലാണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുക പോസ്റ്റീരിയർ പാർട്ടാണ്. ഞാൻ പറഞ്ഞ ഐഡിയ ക്ലിയർ ആയല്ലോ. സോ നമ്മൾ ഇത് ടെസ്റ്റിസ് ആണെങ്കിൽ ഇത് ടെസ്റ്റിസിന്റെ ആന്റീരിയർ പാർട്ട്, ബാക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഒരു പോസ്റ്റീരിയർ പാർട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കണം ഇത്രയും ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഇത്രയും എന്ത് പാർട്ടാണ്? ആന്റീരിയർ പാർട്ട്. ഇത്രയും എന്താണ്? പോസ്റ്റീരിയർ പാർട്ട്. അപ്പൊ ഞാൻ ആദ്യം ആന്റീരിയർ പാർട്ടിനെ കുറിച്ച് പറയുന്നു. ആന്റീരിയർ പാർട്ട് നോക്കി, ഈ ടെസ്റ്റിസിന്റെ ആന്റീരിയർ പാർട്ടിനെ ഞാൻ കുറെ കമ്പാർട്ട്മെന്റുകളായി തരംതിരിച്ചു. നോക്കി, 1, 2, 3, 4 ഇങ്ങനെ കുറെ കമ്പാർട്ട്മെന്റ്, ഏകദേശം 250ഓളം കമ്പാർട്ട്മെന്റുകളുണ്ട് കേട്ടോ. എത്ര കമ്പാർട്ട്മെന്റ്? 250ഓളം കമ്പാർട്ട്മെന്റുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 250ഓളം കമ്പാർട്ട്മെന്റ്. ഈ ഓരോ കമ്പാർട്ട്മെന്റിനും പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്ന് പറയും. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. The anterior part of each testis is divided about 250 compartments called testicular lobule. Clear ആയോ? ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. ഇനി എന്താണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനകത്തുള്ളത്? നിങ്ങൾ ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളും പരിശോധിച്ചാൽ അതിനകത്ത് ഞാൻ കുറെ കോയിൽഡ് സ്ട്രക്ചറുകൾ വരച്ചിരിക്കുന്നതാണ്. കോയിൽഡ് ചുരുളായിരിക്കുന്ന കോയിൽഡ് ട്യൂബുലാർ സ്ട്രക്ചർ ഉണ്ട്. ഈ കോയിൽഡ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. എന്താ പേര്? സെമിനിഫറസ് ട്യൂബ്യൂൾ. ഏകദേശം ഒരു ലോബ്യൂളിനകത്ത് 1 മുതൽ 3 വരെ സെമിനിഫറസ് ട്യൂബ്യൂൾ വരാം. അത് മിനിമം ഒന്നെങ്കിലും ഉണ്ടായിരിക്കും, മാക്സിമം എത്ര? 3 വരെ വരാം. ഓക്കെ, 1 to 3 coiled tubes, tubular parts called seminiferous tube. സോ എന്താ പറഞ്ഞേ? ടെസ്റ്റിസിന്റെ ആന്റീരിയർ പാർട്ടിനെ ഏകദേശം 250ഓളം കമ്പാർട്ട്മെന്റുകളായി ഡിവൈഡ് ചെയ്യാം. അവരെ വിളിക്കുന്ന പേര് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. ഓരോ ലോബ്യൂളിനകത്തും 1 മുതൽ 3 വരെ കോയിൽഡ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അവരെ വിളിക്കുന്ന പേര് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇനി നമുക്ക് സെമിനിഫറസ് ട്യൂബുലാർ സ്ട്രക്ചർ നോക്കാം. അതിന് മുന്നേ ഒരു പോയിന്റ് ഉണ്ട്, എന്ന് പറയട്ടെ. ഓരോ ടെസ്റ്റിസിനെയും പൊതിഞ്ഞുകൊണ്ട് നല്ല കട്ടിയുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ ഉണ്ട് കേട്ടോ. ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ. ആ കണക്റ്റീവ് ടിഷ്യൂ ലെയർ എന്ന് പറയുന്ന പേരാണ് ട്യൂണിക്ക ആൽബൂജിനിയ. എന്താ പേര്? ട്യൂണിക്ക ആൽബൂജിനിയ. Each testis is covered by a connective tissue layer called tunica albuginea. എന്താ പേര്? ട്യൂണിക്ക ആൽബൂജിനിയ. ഓക്കെ, നമുക്ക് ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്താല് നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾ നോക്കണേ. ഞാൻ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾ എടുക്കുകയാണ് കേട്ടോ. ഇത് ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾ ആണെന്ന് വിചാരിക്കണേ. ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂൾ. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത ഭിത്തിയാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. അകത്ത ഭിത്തി കേട്ടോ. ഇന്നർ വാൾ ഓഫ്, ഇപ്പൊ ഇത് സെമിനിഫറസ് ട്യൂബ്യൂൾ ആണെങ്കിൽ അകത്ത ഭിത്തി. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഇന്നർ വാളില് 2 തരം സെൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെ. ഇതൊന്ന്, ഇത് ചെറുത്, ഇത് വലിയ സെൽ. ചെറിയ സെല്ലും വലിയ സെല്ലും. There are 2 types of cells present on the inner wall of seminiferous tubule. ഇതിലെ ചെറിയ ആ സ്മോൾ സെൽസിന് പറയുന്ന പേരാണ് മെയിൽ ജേം സെൽസ്. എന്താ പേര്? മെയിൽ ജേം സെൽസ്. ഒരു പേര് കൂടെ പറഞ്ഞു തരാം. They are also called spermatogonia. Spermatogonia, male germ cells or spermatogonia. അപ്പൊ അതിൽ തന്നെ അർത്ഥമുണ്ട്. അവരുടെ ജോലി എന്താ? പ്രൊഡക്ഷൻ ഓഫ് സ്പെം. ഇവരാണ് സ്പെം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ടെസ്റ്റിസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? സ്പെം പ്രൊഡക്ഷൻ.
ആ ടെസ്റ്റിസിലെ സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സെൽസ് ആണ് ആര്? മെയിൽ ജേം സെൽസ് ഓർ സ്പെർമറ്റോഗോണിയ. അപ്പൊ ടെസ്റ്റിസിനകത്ത് സ്പേം പ്രൊഡ്യൂസിംഗ് സെൽസ് എന്ന് വെച്ചാൽ മെയിൽ ജേം സെൽസ് ഓർ സ്പെർമറ്റോഗോണിയ. അവരിയ്ക്കുന്ന എവിടെയാണ്? ഇന്നർ വാൾ ഓഫ് സെമിനിഫറസ് ട്യൂബിൾ. ഇത് കൂടാതെ കുറച്ച് മെയിൽ ജേം സെൽസ് ആണ് ലാർജ് നമ്പറിലുള്ളത്. വളരെ കുറഞ്ഞ നമ്പറിൽ ലാർജ് സെൽസ് ഉണ്ട് അല്ലെ, ലാർജ് ഇറഗുലർ ഷേപ്പ് ഒന്നും ഇല്ലാത്ത സെൽസ് ഉണ്ട് അല്ലെ. ഈ സെൽസിന് പറയുന്ന പേര്, ഈ ലാർജ് ഇറഗുലർ സെൽസിന് പറയുന്ന പേര് ഇങ്ങനെയാണ്, സെർട്ടോളി സെൽസ്. എങ്ങനെ വായിക്കുന്നത്? സെർട്ടോളി, SERTOL. എങ്ങനെ വായിക്കുന്നത്? സെർട്ടോളി സെൽ. എന്താണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ they provide nourishment to the sperm. സ്പേംസിന് ആവശ്യമായ നറിഷ്മെന്റ്. എന്താ നറിഷ്മെന്റ്? മീൻസ് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക. മെയിൽ ജേം സെൽസിലെ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്പേം പ്രൊഡക്ഷന് വേണ്ടി മെയിൽ ജേം സെൽസിന് വേണ്ട അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസിനും ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ. സെർട്ടോളി സെൽസ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ടു ദ മെയിൽ ജേം സെൽസ് ആൻഡ് സ്പേംസ്. ക്ലിയർ ആയോ? അപ്പൊ രണ്ട് തരം സെൽസ് സെമിനിഫറസ് ട്യൂബിളിനകത്ത് ഏതൊക്കെയാണ് രണ്ട് തരം സെൽസ്? സ്മോൾ സെൽസ് കോൾഡ് മെയിൽ ജേം സെൽസ് ഓർ സ്പെർമറ്റോഗോണിയ which produce sperm, and the large irregular cells are called Sertoli cells that provide nourishment to the male germ cells and sperm. Okay, നോക്കുക. അടുത്തൊരു പോയിന്റ് പറയാം. അപ്പൊ ഇതൊരു സെമിനിഫറസ് ട്യൂബിളാണെന്ന് വിചാരിച്ചു. ഇനി ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കുകയാണേ. ഇതൊരു സെമിനിഫറസ് ട്യൂബിളാണ്. ഇത് തൊട്ടടുത്തിരിക്കുന്ന വേറൊരു സെമിനിഫറസ് ട്യൂബിളാണെന്ന് വിചാരിച്ചേ. ഈ രണ്ട് അടുത്തടുത്തിരിക്കുന്ന സെമിനിഫറസ് ട്യൂബിളിനിടയ്ക്ക് ഒരു സ്പേസ് നിങ്ങൾ കാണുന്നുണ്ടോ? അവർ ഒട്ടിച്ചേർത്തിരിക്കുകയല്ല, ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിനെ നമുക്ക് ഒരു പേരിട്ട് വിളിക്കാം. ഇങ്ങനെ വിളിക്കാം, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. എന്താ പേര്? ഇന്റർസ്റ്റീഷ്യൽ, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ആ സ്പേസിൽ കുറെ സെൽസുകൾ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കും കേട്ടോ. ആ സെമിനിഫറസ് ട്യൂബിനിടയിലുള്ള സ്പേസിന് പറയുന്ന പേര് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അവിടെയുള്ള സെൽസിന് പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. എന്ന് പറയുന്നത് ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള സെൽസ് ആയതുകൊണ്ട് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. അവർക്ക് ഒരു പേരും കൂടെ ഉണ്ട്. They are also called Leydig cells. അവരെ വിളിക്കുന്ന വേറെ പേരാണ് Leydig cell. LEYDIG'. ഫ്രാൻസ് വോൺ ലെഡിഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് വെച്ചാൽ കൊടുത്തിരിക്കുന്നത് Leydig cells. എന്താണ് ഇവരുടെ ഫംഗ്ഷൻ? ഈ Leydig സെൽസിന്റെ the function of Leydig cells is to produce male sex hormones called androgens. മെയിൽ സെക്സ് ഹോർമോൺ നിങ്ങൾ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് വിളിച്ചിട്ടുണ്ടല്ലേ, അത് ഒരു എക്സാമ്പിൾ ആണ് മെയിൽ സെക്സ് ഹോർമോൺ. ധാരാളം മെയിൽ സെക്സ് ഹോർമോൺസ് ഉണ്ട്. എല്ലാത്തിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ആൻഡ്രോജൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. സോ മെയിൽ സെക്സ് ഹോർമോൺസിനെ എല്ലാത്തിനും ചേർത്ത് പറയുന്ന പേര് ആൻഡ്രോജൻസ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ആണ് Leydig cells ഓർ ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, നമ്മൾ പറഞ്ഞു ടെസ്റ്റിസിന്റെ ആന്റീരിയർ പാർട്ടിനെ ഏകദേശം 250ഓളം കമ്പാർട്ട്മെന്റുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വിളിക്കുന്ന പേര് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ. ഓരോ ലോബ്യൂളിനകത്തും 1 മുതൽ 3 വരെ കോയിൽഡ് ട്യൂബുലാർ സ്ട്രക്ചർ ഉണ്ട്. വിളിക്കുന്ന പേര് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെയും ഇന്നർ വാളിൽ രണ്ട് തരം സെൽസ് ഉണ്ട്. സ്മോൾ സെൽസ് ആർ കോൾഡ് മെയിൽ ജേം സെൽസ് ഓർ സ്പെർമറ്റോഗോണിയ. അവരുടെ ഫംഗ്ഷൻ പ്രൊഡക്ഷൻ ഓഫ് സ്പെർം. Okay, production of sperm. And the large irregular, വലിയ ഷേപ്പ് ഇല്ലാത്ത സെൽസിന് പറയുന്ന പേര് സെർട്ടോളിക് സെൽസ്. അവരുടെ ഫംഗ്ഷൻ ഈ മെയിൽ ജേം സെൽസിനും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസിനും ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക, നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. സെമിനിഫറസ് ട്യൂബിളിന് ഇടയിലുള്ള സ്പേസുകൾക്ക്, സെമിനിഫറസ് ട്യൂബിന് പുറത്തുള്ള സ്പേസിന് പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അവിടെ കുറെ സെൽസുകൾ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കും. അവരെ വിളിക്കുന്ന പേര് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ Leydig cells. അവരുടെ ഫംഗ്ഷൻ മെയിൽ സെക്സ് ഹോർമോൺസ് ആയ ആൻഡ്രോജൻസിനെ ഉത്പാദിപ്പിക്കുക. അപ്പൊ സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേര് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നല്ലേ, എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പൊ Leydig cells എന്ന് പറയുന്ന ആക്ച്വലി ടെസ്റ്റിസിനകത്തുള്ള എൻഡോക്രൈൻ സെൽസ് ആണ്.
അല്ലെ? ഹോർമോൺ പ്രൊഡ്യൂസിങ് സെൽസിന് പറയുന്ന പേരാണ് എൻഡോക്രൈൻ സെൽസ്. അപ്പൊ ആക്ച്വലി മനസ്സിലാക്കാൻ ടെസ്റ്റിസ് അപ്പൊ എന്തുമായും പ്രവർത്തിക്കുന്നുണ്ട്? ഒരു ഗ്യാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്സ് ഓർഗനായി പ്രവർത്തിക്കുന്നതോടൊപ്പം അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡും കൂടിയാണ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ലേ? ഗ്യാമീറ്റ് പ്രൊഡക്ഷൻ മാത്രമല്ല അവരുടെ ജോലി, സ്പെം പ്രൊഡക്ഷൻ മാത്രമല്ല അവരുടെ ജോലി, എന്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്സ് ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഒരു സെക്സ് ഓർഗനായി പ്രവർത്തിക്കുന്നതോടൊപ്പം അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡായും പ്രവർത്തിക്കുന്നു. കാരണം അത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മെയിൽ സെക്സ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ്. സോ ക്ലിയർ ആയല്ലോ? ടെസ്റ്റിസിന്റെ ആന്റീരിയർ പാർട്ട് ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് ഇനി എന്തിലോട്ട് പോവാം? പോസ്റ്റീരിയർ പാർട്ടിലോട്ട് പോവാം. എന്താണ് പോസ്റ്റീരിയർ പാർട്ടിലോട്ട്? ഇനി ഇവിടെ പറഞ്ഞത് എന്താ പറഞ്ഞേ? ടെസ്റ്റിസ്, എ പെയർ ഓഫ് ടെസ്റ്റിസ് ആർ ദ പ്രൈമറി സെക്സ് ഓർഗൻ. ഇനി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെർമിയെ കൊണ്ടുവന്ന ഡക്റ്റുകൾക്ക് അല്ലേ നമ്മൾ ആക്സസറി ഡക്ട്സ് എന്ന് പറഞ്ഞ് ആ ഡക്റ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഒരു സെമിനിഫറസ് ട്യൂബ്. ഇത് സെമിനിഫറസ് ട്യൂബിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുന്നു വിചാരിക്കുക. ഇവിടെ വന്ന ആന്റിന്റെ പാർട്ട് തീർന്നപ്പോൾ സെമിനിഫറസ് ട്യൂബിൽ തീർന്നു. ഇതിവിടെ സ്പേസ് വരിക. ഈ സെമിനിഫറസ് ട്യൂബിൽ ചെന്ന് തൊട്ട് ബാക്കിലിരിക്കുന്ന ഇത് ഇത്രയും ആന്റിന്റെ പാർട്ടാണ്. ഇനി ഇങ്ങോട്ടാണ് പോസിറ്റീവ് പാർട്ടാണ്, ബാക്കിലോട്ടാണ്. ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങിയാണ് വീഴുന്നത് കേട്ടോ സെമിനിഫറസ് ട്യൂബിൽ. ഈ സെമിനിഫറസ് ട്യൂബിൽ വന്ന് തുറക്കുന്ന ബാക്കിലായിട്ടിരിക്കുന്ന അതിന്റെ തൊട്ട് പിറകിലായിട്ടിരിക്കുന്ന കുറച്ച് ക്യാവിറ്റികൾ, കുഴികളാണ് കേട്ടോ. ഇത് ഈ കാണുന്നതല്ലോ കുഴികൾ ഇറഗുലർ ക്യാവിറ്റി, ഷേപ്പ് ഒന്നും ഇല്ലാത്ത ഇറഗുലർ ബൗണ്ടറി ഉള്ള കുഴികൾ, ക്യാവിറ്റികൾ. ഈ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് റെറ്റെ ടെസ്റ്റിസ്. എന്താ പേര്? റെറ്റെ ടെസ്റ്റിസ്. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും സ്പേം വന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന കുഴികൾക്ക്, ക്യാവിറ്റികൾക്ക് പറയുന്ന പേരാണ് എന്ത്? റെറ്റെ ടെസ്റ്റിസ്. ഓക്കെ, ഈ റെറ്റെ ടെസ്റ്റിസിൽ നിന്ന് സ്പേംസിനെ പിക്ക് ചെയ്യാൻ, കളക്ട് ചെയ്യാൻ കഴിവുള്ള കുറച്ച് ട്യൂബുകൾ ഞാൻ വരച്ചിരിക്കുന്നുണ്ടോ? ട്യൂബുകൾ. ഓരോ റെറ്റെ ടെസ്റ്റിസിൽ നിന്നും സ്പേംസിനെ പിക്ക് ചെയ്തെടുക്കാൻ കഴിവുള്ള ട്യൂബുകളാണ്. ഈ ട്യൂബുകൾക്ക് പറയുന്ന പേരാണ് വാസ ഇഫറൻഷ്യ. എന്താ പേര്? വാസ ഇഫറൻഷ്യ. ഓരോ റെറ്റെ ടെസ്റ്റിസിൽ നിന്നും സ്പേംസിനെ പിക്ക് ചെയ്യുന്ന ഇറഗുലർ ക്യാവിറ്റികൾക്ക്, കുഴികൾക്ക് പറയുന്ന പേരാണ് റെറ്റെ വാസ ഇഫറൻഷ്യ. ഓക്കെ, ഇനി നോക്കണം. ഈ വാസ ഇഫറൻഷ്യ എല്ലാം കൂടെ ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഒരു ടെസ്റ്റിസിന് അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗ് കൂടെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടെസ്റ്റിസിന് പുറത്ത് അടുത്ത ഒരു കുഴലിരിക്കുന്നുണ്ടോ? അടുത്തൊരു കോയിഡ് ഒറ്റ ഡക്റ്റ്, ഒരൊറ്റ കോയിഡ് ഡക്റ്റ് ഇരിക്കുന്നുണ്ടോ? ആ കോയിഡ് ഡക്റ്റിലേക്കാണ് എല്ലാ വാസ ഇഫറൻഷ്യയും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ? ഓൾ ദി വാസ ഇഫറൻഷ്യ ലീവ് ദ ടെസ്റ്റിസ്. ലീവ് ചെയ്യാം, ഉപേക്ഷിക്കുക, പുറത്തേക്ക് ഇറങ്ങുക. ടെസ്റ്റിസിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് and open into an another coiled duct, and that duct is called epididymis. What's the name of the duct? Epididymis. എല്ലാ വാസ ഇഫറൻഷ്യയും കൂടെ ടെസ്റ്റിസിൽ നിന്ന് ഇമർജ് ഔട്ട്, പുറത്തേക്ക് ഇറങ്ങിയിട്ട് അത് അടുത്തൊരു കോയിൽഡ് ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യും. ആ ഡക്റ്റിന് പറയുന്ന പേര് എപ്പിഡിഡിമിസ്. ഈ ഡക്റ്റിന് പറയുന്ന പേരാണ് എപ്പിഡിഡിമിസ്. ഓക്കെ, എപ്പിഡിഡിമിസിന് ആദ്യത്തെ പാർട്ട് ശകലം മുകളിലോട്ട് ഇരുന്നിട്ട് പിന്നെ താഴോട്ട് വരുന്നത് അല്ലേ? ഓക്കെ, ഈ എപ്പിഡിഡിമിസ് ഇങ്ങനെ താഴോട്ട് വന്നതിന് ശേഷം പിന്നെ ഈ ഡക്റ്റ് വീണ്ടും എങ്ങോട്ട് കയറാൻ തുടങ്ങും? മുകളിലോട്ട്. പക്ഷെ മുകളിലോട്ട് കയറുമ്പോൾ അത് എന്തായി? പിന്നെ അവിടെ ചുടുക്കളൊന്നുമില്ല, കൺവല്യൂഷൻസ് ഇല്ല, കോയിൽഡ് അല്ല, ഒരു സ്ട്രെയിറ്റ് ഡക്റ്റ് ആണ് അല്ലെ? എപ്പിഡിഡിമിസ് ഇത്തിരി കോയിൽഡ് ഡക്റ്റ് ആണ്. എന്നാൽ ഈ പോകുന്ന ഡക്റ്റ്, എപ്പിഡിഡിമിസിന്റെ കൺവല്യൂഷൻ ആയി പോകുന്ന ഡക്റ്റ് ഒരു സ്ട്രെയിറ്റ് ഡക്റ്റ് ആണ്. അത് മുകളിലോട്ടാണ് പോകുന്നത്. ദാറ്റ് സ്ട്രെയിറ്റ് ഡക്റ്റ് ഈസ് കോൾഡ് വാസ് ഡെഫറൻസ്. എന്താ പേര്? വാസ് ഡെഫറൻസ്. DEFERENS. വാസ് ഡെഫറൻസ്. ഉണ്ട് കേട്ടോ, വാസ് ഡെഫറൻസ്. സോ ഈ ഡക്റ്റുകളെ എല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ആക്സസറി ഡക്ട്സ്. അപ്പൊ സ്പേം പോകുന്ന ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാൻ പറഞ്ഞ സെമിനിഫറസ് ട്യൂബ്യൂളിനെയും കൂടെ ഒരു ഡക്റ്റ് ആക്കി എടുക്കാം. സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ നിന്ന് സ്പേം വന്ന് വീഴുന്ന റെറ്റെ ടെസ്റ്റിസ്, അവിടെ നിന്ന് സ്പേംസിനെ പിക്ക് ചെയ്യുന്ന വാസ ഇഫറൻഷ്യ. വാസ ഇഫറൻഷ്യ എല്ലാം കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, ടെസ്റ്റിസിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു കോയിൽഡ് ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നു, കോൾഡ് എപ്പിഡിഡിമിസ്. എപ്പിഡിഡിമിസ് ഇങ്ങനെ ലോവർ പാർട്ടിൽ എത്തിയിട്ട് പിന്നെ അത് മുകളിലോട്ട് ഒരു സ്ട്രെയിറ്റ് ഡക്റ്റായി മാറും. ദാറ്റ് ഡക്റ്റ് ഈസ് കോൾഡ് വാസ് ഡെഫറൻസ്. ഇതെല്ലാം നമ്മൾ പഠിച്ചില്ല. ഇതെല്ലാം ഇരിക്കുന്ന എവിടെയാ? ഇത്ര ഇരിക്കുന്ന എവിടെയാ? സ്ക്രോട്ടം. പഠിച്ചില്ല, ടെസ്റ്റിസ് ഇരിക്കുന്ന. ഇത് മാത്രമല്ല, ഇതെല്ലാം ഇരിക്കുന്ന എവിടെയാണ്? സ്ക്രോട്ടം, ബാഗിനകത്താണ്. ഇത് ഒരൊറ്റ ടെസ്റ്റിസ്, രണ്ട് ടെസ്റ്റിസ് ഉണ്ട്. രണ്ട് ടെസ്റ്റിസും ഈ ഒരു വലിയ ബാഗിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് ഈ എപ്പിഡിഡിമിസും വാസ് ഡെഫറൻസും എല്ലാം ഇരിക്കുന്ന എവിടെ തന്നെയാണ്? സ്ക്രോട്ടത്തിൽ തന്നെയാണ്.
എന്നിട്ട് ഈ വാസ് ഡിഫറൻസ് സ്ക്രോട്ടത്തിനകത്തൂടെ എങ്ങോട്ട് കയറും? മുകളിലോട്ട് കയറും. എങ്ങോട്ടാണ് മുകളിലോട്ട് കയറുന്നത്? അബ്ഡോമിനൽ ക്യാവിറ്റിയിലോട്ട്. സ്ക്രോട്ടം ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? അബ്ഡോമിനൽ ക്യാവിറ്റിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്ക്രോട്ടത്തിലൂടെ ഇത് എങ്ങോട്ടാണ് കയറുന്നത്? അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് അകത്തോട്ടാണ് കയറാൻ പോകുന്നത്. സോ ഇത്രയും ഡക്സിനെ വിളിക്കുന്ന പേരാണ് ആക്സസറി ഡക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്പേം പോകുന്ന ഫ്ലോ ചാർട്ട് ആദ്യം സെമിനിഫറസ് ട്യൂബ്യൂൾ, അവിടെ നിന്ന് റെറ്റേ ടെസ്റ്റിസ്, അവിടെ നിന്ന് വാസ ഇഫറൻഷ്യ, അവിടെ നിന്ന് എപ്പിഡിഡിമിസ്, അവിടെ നിന്ന് വാസ് ഡിഫറൻസ്. നോക്കി, ഇതില് സെമിനിഫറസ് ട്യൂബ്യൂള്, റെറ്റേ ടെസ്റ്റിസ്, വാസ ഇഫറൻഷ്യ ഇത്രയും പേര് എവിടെ ഇരിക്കുന്നത്? ടെസ്റ്റിസിന് അകത്താണ്. അപ്പൊ ഇവരെ മൂന്നുപേരോട് ചേർത്തുള്ള ഒരു പേര് വിളിക്കാം, ഞാൻ എഴുതുന്നില്ല, ഇൻട്രാ ടെസ്റ്റിക്കുലർ ഡക്സ്. ജസ്റ്റ് ഒന്ന് എഴുതാം. എന്താണ്? ഇൻട്രാ ടെസ്റ്റിക്കുലർ ഡക്സ്. ടെസ്റ്റിസിനകത്ത്, ഇൻട്രാ അകത്ത്, ടെസ്റ്റിസിനകത്തുള്ള ഡക്സ്. ഇതിലപ്പോ ഏതൊക്കെ ടെസ്റ്റിസിന് പുറത്തിരിക്കുന്ന ഡക്സ് എന്താണ്? ഈ എപ്പിഡിഡിമിസും ഈ വാസ് ഡിഫറൻസും. സോ എപ്പിഡിഡിമിസിനെയും വാസ് ഡിഫറൻസിനെയും കൂടെ ചേർത്ത് പറയുന്ന പേര് എക്സ്ട്രാ ടെസ്റ്റിക്കുലർ ഡക്സ്. അപ്പൊ ഡക്റ്റുകളെ, ആക്സസറി ഡക്റ്റുകളെ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻട്രാ ടെസ്റ്റിക്കുലർ ഡക്സ് എന്നും എക്സ്ട്രാ ടെസ്റ്റിക്കുലർ ഡക്സ് എന്നും. സെമിനിഫറസ് ട്യൂബ്യൂൾ, റെറ്റേ ടെസ്റ്റിസ്, വാസ ഇഫറൻഷ്യ മൂന്നിനെയും കൂടെ പേര് ഇൻട്രാ ടെസ്റ്റിക്കുലർ ഡക്സ്. എപ്പിഡിഡിമിസും വാസ് ഡിഫറൻസും ടെസ്റ്റിസിന് പുറത്ത്. സോ ദേ ആർ ടുഗദർ കോൾഡ് എക്സ്ട്രാ ടെസ്റ്റിക്കുലർ ഡക്സ്. ക്ലിയർ? നമ്മൾ രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്ത്. ടെസ്റ്റിസിന്റെ സ്ട്രക്ചറും ഡിസ്കസ് ചെയ്തു, ഈ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് സ്പേമിനെ കൊണ്ടുവന്ന ആക്സസറി ഡക്റ്റുകളും ഡിസ്കസ് ചെയ്തു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ടെസ്റ്റിസിന് എത്ര ഫംഗ്ഷൻ? രണ്ട് ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഓഫ് സ്പെർമും പ്രൊഡക്ഷൻ ഓഫ് സെക്സ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻ. ഇതിൽ പ്രൈമറി ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ടെസ്റ്റിസ്? ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് സ്പെർം, സ്പെർമാറ്റോജനസിസ്. സ്പെർം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയ പറയുന്ന പേര് സ്പെർമാറ്റോജനസിസ്. അതാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, പ്രൈമറി ഫംഗ്ഷൻ, ഗ്യാമീറ്റ് പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പ്രാധാന്യമുള്ളൂ. സെക്കൻഡറി ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് പ്രൊഡക്ഷൻ ഓഫ് മെയിൽ സെക്സ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻ. അപ്പൊ ടെസ്റ്റിസിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട്. പ്രൈമറി ഫംഗ്ഷൻ ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് മെയിൽ ഗ്യാമീറ്റ് കോൾഡ് സ്പെർം, സ്പെർമാറ്റോജനസിസ്. സെക്കൻഡറി ഫംഗ്ഷൻ ഓഫ് ടെസ്റ്റിസ് ഈസ് ടു പ്രൊഡ്യൂസ് മെയിൽ സെക്സ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻ. അല്ലെങ്കിൽ സ്പെർം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഇരിക്കുന്ന സെമിനിഫറസ് ട്യൂബ്യൂളിന് അകത്ത് പേര് മെയിൽ ജേം സെൽസ് ഓർ സ്പെർമാറ്റോഗോണിയ. സെക്സ് ഹോർമോൺസ് ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഇരിക്കുന്നത് ടെസ്റ്റിസിന് പുറത്ത്, പേര് ആ സെൽസിന്റെ പേര് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലെഡിങ് സെൽസ്. ഐ തിങ്ക് ഓൾ ഓഫ് യു ക്ലിയർ അബൌട്ട് ദിസ് ടോപ്പിക്. ഓക്കെ, ബാക്കി ഇനി നമുക്ക് രണ്ട് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഏതൊക്കെ? ആക്സസറി ജെനൈറ്റൽ ഗ്ലാൻഡ്സും എക്സ്റ്റേണൽ ജെനൈറ്റേലിയയും. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.